മധ്യകേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിതിൻ സേവ്യർ ആണുള്ളത്. നിതിൻ, ഗുഡ് മോർണിംഗ്. നാടക ദിനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിതിൻ എന്തെങ്കിലും അത്തരം ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാനുണ്ടോ? നാടകവുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാലത്ത് നാടകത്തിൽ അഭിനയിച്ചതോ മറ്റുമായ കാര്യങ്ങളൊക്കെ? ജിൽസി, ഞാൻ ഈ സ്കൂൾ കാലഘട്ടത്തിൽ +2 വരെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിരുന്നു. സ്കൂളിലൊക്കെ ബെസ്റ്റ് ആക്ടറായിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ അതിരൂപതാ തലത്തിൽ വരെ മത്സരിച്ച് നാടകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. +2 ശേഷം പിന്നീട് ഡിഗ്രി പഠനകാലത്തിൽ പിന്നീട് അങ്ങോട്ട് +2 കഴിഞ്ഞ് നാടകത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഏതായാലും മധ്യകേരളത്തിലെ വാർത്തകളിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രധാനമായും ഈ മൂന്നാർ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ വലിയ തോതിൽ വീഴ്ച വരുത്തുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായി അദ്ദേഹത്തിന്റെ വിശദീകരണം നൽകും. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വാധീനം മൂലമാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സാധിക്കാത്തതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ CBI കയ്യേറ്റം അന്വേഷിക്കാൻ ഏൽപ്പിക്കുമെന്നടക്കമുള്ള ചില നിരീക്ഷണങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകുന്ന മറുപടി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകുന്ന മറുപടി അത് വളരെ നിർണായകമായിരിക്കും. പ്രത്യേക ഡിവിഷൻ ബെഞ്ച്, ഈ മൂന്നാർ കേസിനായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് 1:45 ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും കേൾക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, എറണാകുളത്ത് ഫെഫ്കയുടെ തൊഴിലാളി സംഘം നടക്കുകയാണ്. ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘമെന്നാണ് ഫെഫ്ക അവകാശപ്പെടുന്നത്. 5000-ലധികം അംഗങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഫെഫ്ക അവകാശപ്പെടുന്നു. 5000-ലധികം സിനിമാ പ്രവർത്തകർ. ഒപ്പം തന്നെ ഈ സിനിമാ പ്രവർത്തകർക്ക് അംഗങ്ങൾക്കുള്ള പ്രത്യേക ആരോഗ്യ പരിരക്ഷ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിരക്ഷ ഇന്ന് ഫെഫ്ക പ്രഖ്യാപിക്കും. 3000 രൂപയ്ക്ക് 3 ലക്ഷം രൂപ വരെ പ്രതിവർഷം ലഭിക്കുന്ന പദ്ധതിയാണ് ചെയ്യുക. മോഹൻലാലായിരിക്കും ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക എന്നാണ് നിലവിൽ കഴിഞ്ഞ ദിവസം B. ഉണ്ണികൃഷ്ണൻ പ്രസ് മീറ്റിൽ അറിയിച്ചിരിക്കുന്നത്. മോഹൻലാൽ, ടൊവിനോ തോമസ് അടക്കമുള്ള സിദ്ദിഖ് അടക്കമുള്ള മലയാള സിനിമയിലെ പ്രമുഖ സിനിമാ താരങ്ങളെല്ലാം തന്നെ ഇന്ന് ഫെഫ്കയുടെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ഇടുക്കിയിലെ ഈ സ്ഥാനാർത്ഥി തമ്മിലുള്ള വാക്പോര് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജോയ്സ് ജോർജിനെതിരെ ഡീൻ കുര്യാക്കോസ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന കേസിലാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ ഈ CAA നടപ്പാക്കിയപ്പോൾ മൂവാറ്റുപുഴയിൽ വലിയതോതിലുള്ള പ്രതിഷേധമൊക്കെ ഡീൻ കുര്യാക്കോസ് നടത്തിയിരുന്നു. അന്ന് ഡീൻ കുര്യാക്കോസിനെ കളിയാക്കിക്കൊണ്ട് ജോയ്സ് ജോർജ് മുന്നോട്ട് വന്നിരുന്നു. നേരത്തെ ലോക്സഭയിൽ ഒന്നും മിണ്ടാതെ ഈ വോട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ലോക്സഭയിൽ CAAയ്ക്ക് അനുകൂലമായി ഡീൻ കുര്യാക്കോസ് വോട്ട് ചെയ്തുവെന്ന് ജോയ്സ് ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുന്നു. അതുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, 15 ദിവസത്തിനകം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് വക്കീൽ നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് എറണാകുളത്തെ BJP സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികൾ കൂടെ ആയതോടെ തന്നെ ഈ മധ്യകേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിക്കുകയാണ് ജിൽസി.